നമസ്കാരം. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനൽ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സംഭാവനകൾ അയച്ചു തരിക, പരസ്യങ്ങൾ നൽകുക, ഞങ്ങളെ കൈപിടിച്ചുയർത്തുക. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ, പ്രത്യേകിച്ച് IAS-കാരുടെ ഇടയിലുള്ള ചേരിപ്പോര്, കുത്തിത്തിരിപ്പ്, ജൂനിയർ സീനിയർ പ്രശ്നങ്ങൾ, എന്തെങ്കിലും ജോലി ചെയ്യുന്നവരെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടൽ, മുട്ടൽ, വിറപ്പിക്കൽ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് ദിവസം നമ്മൾ IAS-കാരുടെ തന്നെ വീഡിയോസ് പലതും ചെയ്തിരുന്നു. ഇതിൽ ഇപ്പോഴിതാ വീണ്ടും ഒരു IAS-കാരുടെ വീഡിയോ ചെയ്യേണ്ടി വരുന്നു. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഒരു വാർത്ത ചോർത്തലാണ്. രസകരമായ കാര്യം, എൻ്റെ പ്രാഥമിക അന്വേഷണത്തിൽ നിന്ന് വാർത്ത ആരും ചോർത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, ചോർത്തിയെങ്കിലും വാർത്ത ചോർത്തിയ ആൾ പുറത്ത്, അതിനാധാരമായ വലിയ തെറ്റ് ചെയ്ത ഉള്ളവർ അകത്ത്. അപ്പോൾ തെറ്റ് ചെയ്തവർ അകത്ത്, തെറ്റ് കണ്ടിട്ട് പറഞ്ഞെങ്കിൽ പറഞ്ഞവർ പുറത്ത്. ഇതാണ് നവകേരളത്തിൻ്റെ ഏറ്റവും വലിയ മാതൃക. പറഞ്ഞു വരുന്നത്, ലോകബാങ്കിൻ്റെ വായ്പയായിട്ടുള്ള അനുവദിച്ച് 2365.48 കോടി രൂപ വകമാറ്റി ചെലവാക്കിയതായി ഒരു വാർത്തയുണ്ടായിരുന്നു. അത് ഗവൺമെൻറ്റിന് വലിയ ഉപദ്രവമായൊരു വാർത്തയാണ്. അതിന് കിഫ്ബിയുടെ ആളുകളും അതിനകത്ത് ഉണ്ടായിരുന്നു, കിഫ്ബിയുടെ CEO ഒക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു. വലിയ വാർത്തയായിരുന്നത്. ഈ വാർത്തയുടെ ഭാഗമായി ഡോക്ടർ B. അശോക്, അദ്ദേഹം മൃഗസംരക്ഷണത്തിൽ ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള ആളാണ്. വെറ്റിനറി സർവകലാശാല മുൻ VC ആണ്, കാർഷിക സർവകലാശാല VC ആണ്. ഇപ്പോൾ മാറ്റി. അദ്ദേഹമാണ് ഈ വാർത്ത ചോർത്തിയത് എന്ന് പറഞ്ഞു. അദ്ദേഹം നിഷേധിക്കുന്നു. അദ്ദേഹം പറഞ്ഞാൽ ഞാൻ ചോർത്തിയിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാദം. കാര്യം അങ്ങനെ വാർത്ത മാത്രമല്ല, രണ്ടാമത് ഞാൻ വരാം. അപ്പോൾ ചോർത്തി എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മാറ്റി. പകരം ടിങ്കോ ബിസ്വാളിനെ കൃഷി പ്രിൻസിപ്പൽ സെക്രട്ടറി ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് അദ്ദേഹത്തെ മാറ്റിയത് താരതമ്യേന വളരെ ജൂനിയർ IAS-കാരിരിക്കുന്ന KTDFC ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറാണ്. IAS-കാരല്ലാത്തവരാണ് അവിടെ കൂടുതൽ കാലം ഇരുന്നിട്ടുള്ളത്. KTDFC തുടങ്ങിയ സമയത്ത് ഒരു വനിതയായിരുന്നു. ആ വനിതയുടെ പേര് ഞാൻ പറയുന്നില്ല. ഒരു വനിതയായി, കാരണം ആ പേര് പറഞ്ഞാൽ ശരിയാവില്ല. കാരണം വലിയ അഴിമതിയൊക്കെ നടത്തിയെന്ന് പറഞ്ഞ് വലിയ വിവാദം ഉണ്ടാക്കിയ ഒരു വനിതയാണ്. അവിടെ ഇരുന്നപ്പോഴും വലിയ അഴിമതിയൊക്കെ പറഞ്ഞിട്ടുള്ള വനിതയാണ്. അവർ വനിതയായിരുന്നു ദീർഘകാലം അതിൻ്റെ മാനേജിംഗ് ഡയറക്ടറും ചെയർമാനും ഒക്കെ ആയിരുന്നത്. ആ KTDFC എന്ന് പറഞ്ഞാൽ വളരെ വളരെ ചെറിയൊരു പോസ്റ്റാണ്. തിരിച്ചു പറഞ്ഞാൽ റിസർവ് ബാങ്കും സഹകരണ ബാങ്കും എന്ന് പറയും പോലെ ഇരിക്കും. അപ്പോൾ റിസർവ് ബാങ്കിൽ നിന്ന് സഹകരണ ബാങ്കിലേക്ക് ഡോക്ടർ B. അശോകിനെ മാറ്റിയിരിക്കുകയാണ്. അതിൻ്റെ ന്യായം എന്ന് പറയുന്നത്, സെക്രട്ടേറിയറ്റിൽ ഇനി ഇരിക്കേണ്ട, ഇതേ ഡോക്ടർ B. അശോകിനെ മറ്റൊരു ചീഫ് സെക്രട്ടറിയായി റിട്ടയർ ആകുന്നതിന് ഒരാഴ്ച മുമ്പ് അദ്ദേഹത്തിന് റിട്ടയർ ആയാൽ വേറൊരു പോസ്റ്റ് വേണമെന്ന്, അത് ജലവിഭവ വകുപ്പുമായി ബന്ധപ്പെട്ടൊരു പോസ്റ്റ് വേണമെന്ന് അന്ന് ജലവിഭവ വകുപ്പിൻ്റെ ചുമതലയുണ്ടായിരുന്ന ഡോക്ടർ B. അശോക് ഫയൽ എഴുതണമെന്ന് പറഞ്ഞു. അശോക് അത് ചെയ്തില്ല. അദ്ദേഹത്തിന് രാഖി രാമാനം സപ്ലൈക്കോടെ എറണാകുളത്തേക്ക്, സപ്ലൈക്കോ ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, എറണാകുളത്തേക്ക് മാറ്റി. സെക്രട്ടേറിയറ്റ് ഇനി ഇയാൾ ആവശ്യമില്ല. തെറ്റ് ചെയ്യുന്നവരുടെ അസൈലമാണ് സെക്രട്ടേറിയറ്റ്. ഏറാൻ മൂളുന്നവരുടെ അസൈലമാണ്, പറഞ്ഞാൽ കേൾക്കുന്നവരുടെ അസൈലമാണ്, എന്ത് കോമാളിത്തരം കണ്ടാലും തിരുത്താത്ത സ്ഥലമാണ് സെക്രട്ടേറിയറ്റ് എന്ന് വാർത്ത കൊടുക്കണം. നിങ്ങൾ പുറത്ത് പറയരുത്. അങ്ങനെ പറയണമെങ്കിൽ ഞങ്ങൾ പറയും. സെക്രട്ടേറിയറ്റിലെ ഫയൽ കത്തിയപ്പോൾ അവിടെ നിന്നൊരു ചീഫ് സെക്രട്ടറി ആ ഇലക്ട്രിക് ഷോക്കേറ്റിൽ നഷ്ടപ്പെട്ട ഫയലും കുറേ നഷ്ടപ്പെട്ടു. ഇലക്ട്രിക് ഷോക്കും വന്നപ്പോൾ അവിടെ പത്രപ്രവർത്തകർ അവരെ പ്രതിരോധിച്ചു. ചീഫ് സെക്രട്ടറി, ചരിത്രത്തിലാദ്യമായി ചീഫ് സെക്രട്ടറി തൻ്റെ സീറ്റിൽ നിന്ന് ഇറങ്ങി വന്ന് പ്രതിരോധിച്ചു. ഗവൺമെൻറ്റിനെ വെള്ളപൂശുന്ന നല്ല റിപ്പോർട്ടും കൊടുത്തു. ആ ചീഫ് സെക്രട്ടറി റിട്ടയർ ആയതിനു ശേഷം വളരെ വലിയൊരു പോസ്റ്റിലാണ് പോയത്. ഇപ്പോൾ ആ പോസ്റ്റിൽ നിന്ന് മാറിയിട്ടുണ്ട്. ഞാൻ ആരുടെയും പേര് പറയാൻ സാധ്യതയില്ല. ഡോക്ടർ B. അശോകനെ പോലുള്ളവർ അറിഞ്ഞിരിക്കേണ്ടത്, അദ്ദേഹം ജലനിധി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരുന്നപ്പോൾ മുതൽ എനിക്കറിയാം, വ്യക്തിപരമായ പരിചയമുണ്ട്. അദ്ദേഹത്തെ പോലുള്ള ആളുകൾ അറിഞ്ഞിരിക്കും. ഈ ടിങ്കു ബിസ്വാൾ മേഡത്തിനെയും പരിചയമുണ്ട്, അശോക് സാറിനെയും പരിചയമുണ്ട്, കുറേ അധികം IAS-കാരെ പരിചയമുണ്ടല്ലോ. ഞാൻ വകുപ്പിലൊക്കെ ജോലി ചെയ്തത്. ഇവരോട് ഇങ്ങ് പറഞ്ഞു, നിങ്ങൾ ഈ ഒരു ഭരണപരിഷ്കാരവും നടപ്പിലാക്കണ്ട, നിങ്ങളൊരു നവോത്ഥാനവും നടപ്പിലാക്കണ്ട, നിങ്ങൾ ഏറാൻ മൂളി കൂടെ നിൽക്കുക. നിങ്ങൾക്ക് കിട്ടുന്നത് 65 വയസ്സ് കഴിഞ്ഞാലും കിട്ടും, 70 വയസ്സിലും കിട്ടും, 90 വയസ്സായാലും നിങ്ങൾ ആരോഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സർക്കാരിൻ്റെ ഏതെങ്കിലുമൊക്കെ ബോഡിയിൽ ഇരുന്നിരുന്ന് പോകാം. IAS-കാരും IPS-കാരുള്ള റിട്ടയർ ആയി എത്ര പേരാണ് ഇങ്ങനെ പോകുന്നത്. ഞാൻ ഒരു ഉദാഹരണം കൂടെ പറയാം, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വളരെ സീനിയറായിട്ടുള്ള, അടുത്ത മാസം റിട്ടയറായ അദ്ദേഹം എന്നുള്ള അടുത്ത ഒരു 6 മാസത്തിനകത്ത്, അടുത്ത മാസം 6 മാസത്തിന് റിട്ടയർ ആകും എന്നുള്ള ഒരു അഡീഷണൽ ചീഫ് സെക്രട്ടറിയോട് ഞാൻ ചെന്ന് ഒരു ഫയലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഈ ഫയൽ എൻ്റെ ഫയലല്ല, വ്യക്തിപരമായ ഫയലൊന്നുമല്ല, സർക്കാരിൻ്റെ ഒരു നയവുമായി ബന്ധപ്പെടും.
അപ്പം ഞാൻ പറഞ്ഞു സാർ ഈ നയത്തിൽ സാർ എടുക്കേണ്ട, അപ്പം ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാനൊരു സബ്ജക്റ്റ് എക്സ്പെർട്ട് എന്നുള്ള നിലയിൽ എന്നോട് ചോദിച്ചു, ഡോക്ടർ സുഭാഷിൻ്റെ അഭിപ്രായം എന്താണ്, ഈ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ എന്ത് നയം എടുക്കണം. അപ്പം ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഈ നയം നമ്മൾ കൊണ്ടുവന്നാൽ യൂണിയൻ നേതാക്കളൊക്കെ ചിലപ്പോൾ എതിരാവും. ഞാൻ പറഞ്ഞു അതിനെന്താ സാർ, യൂണിയൻ നേതാക്കൾ എതിരാവുമെന്ന് നോക്കിയിട്ടല്ലല്ലോ അഡീഷണൽ ചീഫ് സെക്രട്ടറി തീരുമാനമെടുക്കേണ്ടത്. നമുക്ക് സ്റ്റേറ്റിന് ഗുണമുണ്ടാകുന്നതാണെങ്കിൽ അതല്ലേ സാർ തീരുമാനമെടുക്കേണ്ടത്. ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു സുഭാഷേ ഞാൻ 6 മാസം കഴിയുമ്പോൾ റിട്ടയർ ആവും, എനിക്ക് ആരെയും പിണക്കാനും വയ്യ, ഏതെങ്കിലും ഒരു അസൈലം കിട്ടുകയാണെങ്കിൽ ഞാൻ ഇരുന്നങ്ങ് പൊക്കോളാം. സുഭാഷ് ദയവ് ചെയ്ത് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യേണ്ട, 6 മാസമുള്ള. ഇതാണ് ശരാശരി IAS-കാരൻ്റെയും ശരാശരി IPS-കാരൻ്റെയും മാനസികാവസ്ഥ. അതുകൊണ്ട് നിങ്ങൾ ഈ നാട്ടിലാര് മരം മുറിച്ചാലും, ഈ നാട്ടിലാര് വായ്പ മാറ്റി കൊടുത്താലും, നീര വന്നാലും കേര വന്നാലും എന്ത് വന്നാലും നിങ്ങൾ ഒരു വിപ്ലവം ഉണ്ടാക്കേണ്ട കാര്യമില്ല പ്രിയപ്പെട്ട IAS-കാരെ IPS-കാരെ. നിങ്ങളിരിക്കുക, ഏറാൻ മുളുക, പരമാവധി ഗുണഭോക്താക്കളാകുക, കിട്ടുന്നത് പരമാവധി വാങ്ങുക. 90 വയസ്സായാലും അവസാനം പട്ടടയിലേക്ക് എടുക്കുമ്പോൾ ഏതെങ്കിലും പോസ്റ്റിൽ നിന്ന് എടുത്തതായിട്ട്, പോസ്റ്റിൽ ഇരുന്ന ആളാണ് മരിച്ചതെന്ന് പത്രത്തിൽ വരട്ടെ, അല്ലെങ്കിൽ ചാനലുകളിൽ വരണം. അതുകൊണ്ട് ദയവായി ഡോക്ടർ ബി അശോകുമാരോടുള്ളത് പറയാനുള്ളത്, സാർ നിങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും പത്രത്തിലൊക്കെ ഇതൊക്കെ വരും. നിങ്ങൾ പറഞ്ഞാലും ഇല്ലെങ്കിൽ മീഡിയക്കാർ, ഞാനിപ്പോൾ ഈ 2 ചാനലുണ്ട് എനിക്ക് തുടങ്ങിയ ശേഷം എന്തോരം വാർത്തയാണ് സെക്രട്ടേറിയറ്റിൽ നിന്ന് എനിക്ക് ആളുകൾ അയച്ചു തരുന്നത്, എൻ്റെ വാട്സപ്പിലും എൻ്റെ ഫോണിലും ഒക്കെ. അതുകൊണ്ട് വാർത്ത കിട്ടാനൊന്നും ഒരു പ്രയാസമില്ല. അതിപ്പോൾ ഡോക്ടർ ബി അശോക് തന്നെ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ അവസാനിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞത്, വകമാറ്റിയവർ അകത്ത്, അഴിമതി ചെയ്തവർ അകത്ത്. അത് പറഞ്ഞുവെന്ന് പറഞ്ഞ് ഒരാളിനെ പുറത്താക്കുന്നു. ഈ കുടിപ്പകയുടെ പേരാണ് ഇപ്പോൾ കേരളത്തിലെ IAS. ഇത് അവസാനിപ്പിക്കാതെ 1.5 ലക്ഷം ഫയലല്ല, ഒരു ഫയൽ പോലും സെക്രട്ടേറിയറ്റിൽ നിന്ന് ക്ലിയർ ചെയ്യാൻ പോകുന്നില്ല.